കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും വന്ദനങ്ങൾ. വളരെ സന്തോഷത്തോടെ ഇന്ന് ഇന്ത്യയിലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന മസീഹ് മണ്ഡലി അസോസിയേഷൻ്റെ നാഷണൽ ചെയർമാനായിരിക്കുന്ന, മുൻകാലങ്ങളിൽ ഫെലോഷിപ്പ് ആശ്രം ചർച്ച് ഓഫ് ഇന്ത്യയുടെ നാഷണൽ പ്രസിഡന്റായിരുന്ന റവറൻഡ് സജി മാത്യു, ഗുജറാത്ത്. പ്രിയ കർത്താവിന്റെ ദാസരെ, ഒന്ന് അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്രകാരം ഒരു മിഷൻ അപ്ഡേറ്റ്സിന് വേണ്ടി മാത്രം ഒരുമിച്ചായിരിക്കുവാൻ കർത്താവ് അവകാശമൊരുക്കി. എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും പക്ഷെ സജി മാത്യുവിനെ സ്വാഗതം ചെയ്യുന്നു. നന്ദി. നമ്മുടെ ഈ സ്വതന്ത്ര ഇന്ത്യ 1947 സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ആദ്യത്തെ ചില വർഷങ്ങൾ പിന്നിട്ടതിന് 950 കൂട്ടിക്കോ, 50 വെച്ച് നോക്കുമ്പോൾ അടുത്ത വർഷം 2025 വളരെ നിർണായകമായ ഒരു വർഷമാണ്. 75 വർഷം ഇത് സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യയുടെ മിഷൻസ്, ചർച്ച് പ്ലാന്റിംഗ്, ചർച്ച് ഗ്രോത്ത്, അപ്പോൾ തന്നെ നാഷണൽ ലെവലിൽ ക്രിസ്തീയ പ്രവർത്തനങ്ങൾ വളരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ കർത്താവിന്റെ ദാസനും ഉത്തരഭാരതത്തിൽ ഏകദേശം 3 പതിറ്റാണ്ടുകൾ പിന്നിട്ട ഒരു മിഷണറി പ്രസ്ഥാനം നടത്തുന്ന ദൈവപ്രത്യ നിലയിൽ പിന്നിട്ട വഴിത്താരകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ 3 പതിറ്റാണ്ടിലെ കാര്യങ്ങൾ പറയുവാൻ ഈ സമയം പോരാ. എന്നാലും ചുരുക്കം വാചകങ്ങളിൽ നമ്മുടെ ശുശ്രൂഷയുടെ തുടക്കവും വളർച്ചയും ഇപ്പോഴത്തെ ആ ഒരു സ്റ്റേജും ചുരുങ്ങിയ വാചകങ്ങളൊന്ന് വിവരിക്കാൻ കഴിയുമോ? ഞാൻ ഗുജറാത്തിൽ വന്നിട്ട് 35 വർഷം തികഞ്ഞു. 35 years കംപ്ലീറ്റഡ്. ഞാൻ വന്ന അന്ന് മുതൽ മനസ്സിലാക്കിയ ഒരു പ്രായോഗിക യാഥാർത്ഥ്യം, ഇൻഡിജിനിയസ് ലീഡേഴ്സിൻ്റെ അഭാവം. ഇന്ന് ഞാൻ എല്ലായിടത്തും എപ്പോഴും യാത്ര ചെയ്യുന്ന ആളാണ്. ആദ്യ കാലഘട്ടത്തിൽ അത്ര യാത്രകൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു, കാരണം ശൂന്യത്തിൽ നിൽക്കുന്ന സമയമാണ്. എങ്കിൽ പോലും ആ പരിമിതമായ അറിവുകൾക്കുള്ളിൽ ഞാൻ മനസ്സിലാക്കിയത് സ്ഥാനീയരായ ലീഡർഷിപ്പിൻ്റെ അഭാവം. അപ്പം ഞാൻ അന്ന് മുതൽ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവം എനിക്കൊരു അവസരം അങ്ങ് തന്നാൽ എനിക്ക് അങ്ങിൽ ക്രിസ്തുവിൽ ഞാൻ ജനിപ്പിക്കുന്ന മക്കളെ മുഴുവൻ വളരെ ക്വാളിറ്റിയുള്ള, എന്നേക്കാളും ക്വാളിറ്റിയുള്ള, ഞാൻ ജനിപ്പിച്ച, ഞാനും എൻ്റെ വൈഫും കൂടെ ജനിപ്പിച്ച എൻ്റെ കുഞ്ഞുങ്ങളെക്കാളും ക്വാളിറ്റിയുള്ള 100 കണക്കിന് ലീഡേഴ്സിനെ എനിക്ക് ഡെവലപ്പ് ചെയ്യണം. ഞാൻ അതിനുവേണ്ടി ആദ്യകാലം മുതൽ ആഗ്രഹിക്കുകയും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. കാരണം ഞാനത് മനസ്സിലാക്കാൻ ഒരു കാരണം, ഇന്ത്യയുടെ മിഷൻ്റെ മുഴുവൻ പൾസ് അറിയാവുന്ന ഒരാളാണ് ജോയി പാസ്റ്റർ. നമ്മൾ ഇന്ത്യയിലെ ചെറിയതും വലുതുമായ പട്ടണങ്ങളിലൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ പട്ടണങ്ങളുടെയും ഗ്രാമങ്ങളുടെയും പ്രധാന സ്ഥലങ്ങളുടെയൊക്കെ ഹൃദയം എന്ന് പറയുന്നത് മിഷൻ്റെ ആയിരുന്നു ഒരു കാലത്ത്. അതെ, വാസ്തവമായിരുന്നു. മിഷൻ ഹോസ്പിറ്റൽസ്, മിഷൻ കോളനികൾ, മിഷൻ സ്കൂളുകൾ, മിഷൻ സെൻ്ററുകൾ, ഈ എല്ലായിടത്തും മിഷൻ കോളനികൾ, അവിടെ 100 കണക്കിന് വീടുകൾ മിഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സങ്കടമാണ്, സൗത്ത് ഇന്ത്യയിൽ ഉള്ള ആ മിഷൻ സെൻ്ററുകളൊക്കെ വലിയ കുഴപ്പമില്ലാതൊക്കെ സൗത്ത് ഇന്ത്യയിലുള്ളവർ സഭകൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിലും വളരെ ദുഃഖത്തോടെ എനിക്ക് പറയാൻ കഴിയും, നോർത്ത് ഇന്ത്യയിലുള്ള പലതും ഇന്നില്ല. പല സെൻ്ററുകളിൽ ചെന്നാലും കാട് കയറി വനം വായിക്കിടക്കുന്നു. ചിലത് പോലീസ് കേസുകൾ, കോർട്ട് കേസുകൾ, ചിലത് ബിഷപ്പുമാരത് വിറ്റു എന്ന് പറയുന്നു. ഇങ്ങനെ വളരെ സങ്കടകരമായൊരു കാര്യം. അപ്പോൾ അതിൻ്റെ കാരണം ഞാൻ കണ്ടെത്തിയത്, വിദേശ മിഷണറിമാർ നമ്മുടെ നാട്ടിൽ വന്ന് നമുക്കാർക്കും മറക്കുവാൻ കഴിയാത്ത സംഭാവനകളാണ് മിഷണറിമാർ ചെയ്തത്. നമുക്ക് മറക്കാൻ പറ്റില്ല. പക്ഷേ ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യം ക്ഷമിക്കണം, എൻ്റെ പ്രേക്ഷകരെല്ലാം ക്ഷമിക്കണം. എൻ്റെ നിരീക്ഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയത്, അവരാരും ക്വാളിറ്റിയുള്ള ലീഡേഴ്സിനെ ഡെവലപ്പ് ചെയ്തില്ല. അവരോർത്തു ഭൂമിയുള്ള കാലത്തോളം അവർക്കിവിടെ ഇത് നടത്തിക്കൊണ്ട് പോകാം. പക്ഷെ അതല്ലായിരുന്നു സംഭവിച്ചത്. ഉടനെ അവർ ഇന്ത്യ ക്വിറ്റ് ചെയ്യേണ്ടി പോയിട്ട് വന്നപ്പോൾ കൈ കിട്ടിയവരൊക്കെ ബിഷപ്പുമാരാക്കി,
അവർക്ക് വലിയ കാര്യമായ അറിവോ ക്വാളിറ്റിയോ പലർക്കും ദൈവവചന വിജ്ഞാനം പോലും പലർക്കും ഇല്ല. സങ്കടത്തോടെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ലീഡർഷിപ്പ് ഇല്ലാത്തത് കൊണ്ട് അവർ പോയതിന് ശേഷം ഈ വലിയ സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും ഈ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവൻ റൺ ചെയ്യാൻ ആളില്ലാതെ വന്നു. അതുകൊണ്ടാണ് ഇതൊക്കെ ആ ഒരു വലിയ നഷ്ടം ഉണ്ടായിരിക്കുന്നത്. സൗത്ത് ഇന്ത്യയിൽ നിന്ന് പിൻകാലങ്ങളിൽ നോർത്ത് ഇന്ത്യയിലേക്ക് വ്യക്തമായ ദർശനത്തോടുകൂടെ വന്ന പലരും ഈ വിദേശ മിഷണറിമാർ ചെയ്ത രീതികളാണ് പലപ്പോഴും അവലംബിച്ചത്. അവർ ആയിരക്കണക്കിന് മിഷണറിമാരെ ഡെവലപ്പ് ചെയ്തെങ്കിലും ലീഡേഴ്സിനെ കാര്യമായി ഡെവലപ്പ് ചെയ്തില്ല. അപ്പോൾ അവരുടെ കാലശേഷവും ഇതൊക്കെ തന്നെ സംഭവിച്ചിരിക്കുക പല മിഷനിലും. അപ്പോൾ എൻ്റെ പ്രാർത്ഥനയും ആഗ്രഹവും കർത്താവേ ഒരു നേറ്റീവ് ലീഡർഷിപ്പ് ഞാൻ എന്തെങ്കിലും ആരംഭിക്കുന്നെങ്കിൽ എൻ്റെ കാലശേഷം അത് മക്കളുടെ കയ്യിലല്ല വരണ്ടേ. ഞാൻ കർത്താവിൽ ജനിപ്പിക്കുന്ന നോർത്ത് ഇന്ത്യക്കാരായ എൻ്റെ മക്കൾക്ക് ആ സ്ഥാനം കൈമാറണം, അല്ല അവരെ ഏൽപ്പിക്കണം, അവരത് ചെയ്യണം. അതുകൊണ്ട് ജോയ് പാസ്റ്റർ എനിക്ക് വളരെ സന്തോഷത്തോടെ പറയാൻ കഴിയും, ഞങ്ങളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ, ഫോർത്ത് ലൈൻ വരെ ലീഡർഷിപ്പ് ട്രെയിനിങ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ജോയ് പാസ്റ്റർ പറഞ്ഞല്ലോ, ഞാൻ സത്യത്തിൽ ഇപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ ചെയർമാനല്ല, ഇതിൻ്റെ ഒന്നും ഒഫീഷ്യൽ ഡയറക്ടറും അല്ല. മസി മണ്ഡലിയുടെ ഡയറക്ടേഴ്സ് 4 പേരിപ്പോൾ ഉണ്ട്. അതിൽ 2 പേരും മലയാളികളാണ്, 2 പേരും നോർത്ത് ഇന്ത്യക്കാരാണ്. അവരൊക്കെ ഇതിനകത്ത് ഞാനോ എൻ്റെ മക്കളായ 4 പേര്, ജാസ്മിനോ ജോണോ ജസനോ ഷാറിനോ അതിനകത്തില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അതിനകത്ത്. ഇപ്പോൾ ഞാനൊരു സീനിയർ പാസ്റ്ററായിട്ടാണ് ഞാൻ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം അതാണ്. 100 കണക്കിന് ഇപ്പോൾ ഉള്ളത് പോരാ, ഇനിയും 100 കണക്കിന്. മനസ്സിലായി. എനിക്ക് പാസ്റ്റർ സജി മാത്യു ഇതിൻ്റെ ലീഡർഷിപ്പിൽ തൻ്റെ സാന്നിധ്യം കൊണ്ടും സ്ഥാനീയമായ നേതൃത്വങ്ങൾ മുൻനിരയിൽ നിന്ന് എല്ലാവർക്കും പ്രചോദനം നൽകുന്നെങ്കിലും ഒരു പൊസിഷനായിട്ട് അദ്ദേഹം ഒരു സ്ഥാനം ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ലെന്ന് എനിക്കറിയാമെങ്കിലും നമ്മുടെ നല്ലവരായ പ്രേക്ഷകരെയും അഭ്യുതകാംക്ഷികളെയും പ്രാർത്ഥന സഹകാരികളോടും അവരെ അഡ്രസ്സ് ചെയ്തപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മുൻകാലങ്ങളിൽ അപ്രകാരം പോർട്ട്ഫോളിയോ ഉണ്ടായിരുന്നു. ഞാനത് മനസ്സിലാക്കുന്നു. കർത്താവിൻ്റെ ദാസൻ്റെ ആ ഒരു നല്ല മനോഭാവവും കീഴ്വഴക്കവും യഥാർത്ഥത്തിൽ മിഷനിൽ വളരെ അഭിനന്ദനാർഹമായ വസ്തുതയാണ്. ഈ മസി മണ്ഡലി അസോസിയേഷൻ വ്യത്യസ്തമാക്കുന്നത് ഞാൻ പല കാര്യങ്ങളും അടുത്ത് നിന്ന് നിരീക്ഷിക്കുമ്പോൾ ഡോൾവൻ കൺവെൻഷൻ, അപ്പോൾ തന്നെ സഭാസ്ഥാപനവും മിഷണറി പ്രവർത്തനങ്ങളും രണ്ടും 2 ദിശയിൽ കൊണ്ടുപോകാനുള്ള പ്രത്യേക മിഷൻ ബോർഡും അപ്പോൾ തന്നെ ചർച്ച് പ്ലാനിംഗ് മൂവ്മെൻറ്റും ഇന്ത്യയിലെ ഞാൻ അറിയുന്നിടത്തോളം 25ലധികം സ്റ്റേറ്റുകളിൽ ഈ മിഷണറി പ്രവർത്തനങ്ങൾക്ക് സ്വാധീനം, ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ തന്നെ ഞാൻ സൗത്ത് ഇന്ത്യ ഒഴിച്ചാണ് കർത്താവദാസൻ കേരളവും തമിഴ്നാടും അത്ര ഫോക്കസ് ചെയ്തില്ലെങ്കിലും കർണാടക മുതൽ ജമ്മു കാശ്മീർ അല്ലെങ്കിൽ ഉത്തരാഞ്ചൽ വരെ പ്രവർത്തനങ്ങൾ വിശാലമായി, നോർത്ത് ഈസ്റ്റും വെസ്റ്റേൺ പാർട്ടും എല്ലാം വളരെ സജീവ സാന്നിധ്യമുള്ള ഒരു മിഷണറി പ്രസ്ഥാനമാണ് മസി മണ്ഡലി അസോസിയേഷൻ. കർത്താവദാസൻ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്രകാരം പല എൻറ്റിറ്റി നമ്മുടെ പ്രവർത്തനങ്ങൾക്കുണ്ട്. വിമൺ എംപവർമെൻറ്റ്, ചാരിറ്റി മിഷൻ, ഹെൽത്ത് കെയർ, ഫ്രീ ട്യൂഷന്, അല്ലെ തന്നെ നമ്മുടെ സ്കൂളിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ കർത്താവദാസൻ ചെയ്യുന്ന മറ്റൊരു വലിയ മേഖലയാണ് പ്രോസിക്യൂഷൻ, അപ്രകാരമുള്ള ജുഡീഷ്യൽ ആക്ടിവിറ്റീസിലുള്ള ലീഗൽ എയ്ഡ്. പോരാങ്കിൽ ഇന്ന് സഭകൾക്ക് നേരിടുന്ന എന്തെങ്കിലും ക്രൈസിസ് ഉണ്ടാകുമ്പോൾ അവിടെ ഇടപെടുവാനുള്ള ഒരു ലീഗൽ സർവീസ്, ഇപ്രകാരമുള്ള ഇത്തരം കാര്യങ്ങൾ എങ്ങനെ ഈ ചെയ്തെടുക്കുവാൻ ഒരു ടീം വർക്കാണോ, ദേവദാസൻ അതിനു വേണ്ടിയുള്ള അഡ്വൈസറി ബോർഡ്, കൗൺസിലേഴ്സ്, എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങൾ ഈ അടുത്തൊരു ഘട്ടത്തിലേക്ക് ഈ മസി മണ്ഡലി അസോസിയേഷൻ്റെ വർക്കുകൾ പുരോഗതിയിലേക്ക് 25 സ്റ്റേറ്റിലെ പ്രവർത്തനങ്ങൾ, 1000-ലധികം ശുശ്രൂഷമാർ, വളരെ പ്രസിദ്ധമായ ഡോൾവൻ കൺവെൻഷൻ, ട്രെയിനിങ് പ്രോഗ്രാം. ഇപ്പോൾ ഞാൻ തന്നെ വന്നത് ലീഡർഷിപ്പ് മീറ്റിങ്ങിലാണ് വന്നത്. ഇതെങ്ങനെ ഇത് തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരെ മൊത്തം വിശ്വസിച്ച് ഏൽപ്പിച്ച് അവരാണോ എല്ലാ കാര്യങ്ങളും നേതൃത്വം നൽകുന്നത്? ജോയ് പാസ്റ്ററെ, ഒരു ചെറിയ കറക്ഷൻ എനിക്കതിനകത്തുണ്ട്. നമ്മുടെ നെറ്റ്വർക്ക് ഓൾമോസ്റ്റ് ഇന്ത്യ, അക്രോസ് ഇന്ത്യ എല്ലായിടത്തും ഉണ്ട്. ഓക്കെ. എന്നാൽ ഡയറക്റ്റ് നമ്മുടെ ചർച്ചസ് 17 സ്റ്റേറ്റുകളിലേ ഉള്ളൂ. നെറ്റ്വർക്ക് എല്ലാ സ്റ്റേറ്റുകളിലും ഉണ്ട്. അപ്പം നമ്മുടെ മസി മണ്ഡലിയുടെ പേരിൽ ചർച്ചസ് ഉള്ളത് 17 സ്റ്റേറ്റുകളിലാണ്. മറ്റ് പല സ്റ്റേറ്റുകളിലും നമ്മുടെ നെറ്റ്വർക്ക്, നമ്മൾ സഹകരിക്കുന്ന പല മറ്റ് മൂവ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ ചർച്ചസ് ആരംഭിക്കാതിരിക്കുന്ന.
3 എൻറ്റിറ്റി പാസ്റ്റർ പറഞ്ഞു. ഒന്ന് മസീഹ് മണ്ഡലി അസോസിയേഷൻ, ഇപ്പോൾ റിലീജിയസ് സ്പിരിച്വൽ ആധ്യാത്മിക പ്രവർത്തനങ്ങൾ മുഴുവൻ ആ ഒരു എൻറ്റിറ്റിയുടെ അണ്ടറിൽ മാത്രം. രണ്ടാമത്തത് സോഷ്യൽ എഡ്യൂക്കേഷൻ ചാരിറ്റി വർക്കിന് വേണ്ടി ഫെലോഷിപ്പ് ആശ്രം ചാരിറ്റബിൾ ട്രസ്റ്റ്. ഓക്കെ, അതിൻ്റെ അകത്ത് മതമില്ല, മതം കലർത്താറില്ല. കംപ്ലീറ്റ് ചാരിറ്റി വർക്ക്, കംപ്ലീറ്റ് ചാരിറ്റി, എഡ്യൂക്കേഷൻ, സോഷ്യൽ വർക്കുകളാണ്. ട്രെയിനിങ്സ്, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ, അത് ഈ പറയപ്പെട്ട എക്രോസ് ഇന്ത്യയിൽ നമ്മൾ നന്നായിട്ട് സജീവമായ സാന്നിധ്യം അതിനുണ്ട്. മൂന്നാമത് നിങ്ങളൊക്കെ അറിയുന്ന പോലെ എൻ്റെ പ്രിയപ്പെട്ട വൈഫ് ജാനറ്റ് 2021 ഏപ്രിൽ 27 ഇതിലേക്ക് പോയി. അതിനുശേഷം വളരെ കൃത്യമായൊരു ദൈവശബ്ദത്തെ തുടർന്ന് ഞങ്ങൾ ആരംഭിച്ചതാണ് മിഷണറി ജാനറ്റ് സജി മാത്യു ഫൗണ്ടേഷൻ. അത് മുംബൈയിലെ നവി മുംബൈയിലെ നെരൂളിലാണ് അതിൻ്റെ ആസ്ഥാനം. അപ്പോൾ വിമൻ ഫോർ വിമൻ എന്നുള്ളതാണ് അതിൻ്റെ മുദ്രാവാക്യം, സ്ലോഗൻ. സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ. കാരണം അവൾ എൻ്റെ കൂടെ 28 വർഷവും 8 മാസവും ജീവിച്ച കാലഘട്ടം മുഴുവൻ അടിച്ചമർത്തപ്പെട്ട സഹോദരിമാരുടെ കണ്ണുനീര് തുടയ്ക്കാനും അവരെ കൈക്ക് പിടിച്ചുയർത്താൻ വേണ്ടി ശബ്ദമുയർത്തിയവളും എന്നോടൊപ്പം അധ്വാനിച്ചവളുമായിരുന്നു. അപ്പോൾ ആ ലെഗസി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങളത് ആരംഭിച്ചത്. അതിൻ്റെ അകത്ത് നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങൾ പലതും നടക്കുന്നു. പക്ഷേ പാസ്റ്റർക്ക് അറിയാമല്ലോ, നമ്മൾ ഈ ദർശനമുള്ളവനും മിനിസ്ട്രി ഉള്ളവനും പണമില്ല, എന്നാൽ പണമുള്ളവന് ദർശനവും ഇല്ല, മിനിസ്ട്രിയില്ല. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പ്രവർത്തനങ്ങളുമില്ല. ഞങ്ങൾക്ക് ഒത്തിരി ഫീൽഡുകളുണ്ട്, വ്യത്യസ്ത നിലകളിൽ. ഈ 3 എൻറ്റിറ്റിയും ഡിഫറെൻ്റ് ബോർഡ്, അത് മിക്സ് ചെയ്യത്തില്ല ഒരിക്കലും. ഫണ്ട് മിക്സ് ചെയ്യത്തില്ല, എല്ലാം പ്രത്യേകം. ഇതിൻ്റെ 3ൻ്റെയും മെയിൻ ഓഡിറ്റർ എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഡിറ്റിംഗ് കമ്പനിയായ തോമസ് ജോർജ് ആൻഡ് അസോസിയേറ്റ്സ്, കേരളത്തിലെ കോട്ടയത്തുള്ള പാസ്റ്റർക്ക് അവരെ അറിയായിരിക്കും ഒരു പക്ഷേ. ഇന്ത്യ ഗവൺമെൻറ് പോലും പല ഓഡിറ്റിങ്ങുകൾക്ക് അവരെയാണ് ഉപയോഗിക്കുന്നത്. അത്രമാത്രം വിശ്വസ്തമായൊരു സ്ഥാപനം. അവരാണ് നമ്മുടെ ഫ്രം ദ ബിഗിനിങ് നമ്മുടെ ഓഡിറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് നല്ല പ്രാഗൽഭ്യം ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴുണ്ട്. ദൈവസന്നിധിയിലും മനുഷ്യരുടെ മുമ്പാകെയും അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു തിരിമറികൾ, എൻ്റെ ബോധ്യം, എൻ്റെ വിശ്വാസം ശരിയെങ്കിൽ 1% പോലും തിരിമറികളില്ലാതെ കൃത്യമായി ആ കാര്യങ്ങൾ നാളിതുവരെയും ചെയ്യാൻ ദൈവം ഇടയാക്കി. അത് കർത്താവിൻ്റെ കൃപയാണ്, എൻ്റെ കഴിവോ എൻ്റെ മിടുക്കമൊന്നുമല്ല. നാളെയും അവസാന ശ്വാസം വരെയും അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് ആഗ്രഹം. ഈ നിലകളിലാണ് നമ്മുടെ ഈ 3 എൻറ്റിറ്റികളും മുന്നോട്ട് പോകുന്നത്. വിമൻ എംപവർമെൻറ്റ്, ഈ മിഷണറി ജാൻ സജി മാത്യു ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ മനസ്സിലെ ആഗ്രഹം, ചില യൂണിറ്റുകൾ നമ്മൾ ആരംഭിച്ചു. നമ്മുടെ കേരളത്തിലുള്ള അയൽക്കൂട്ടം കുടുംബശ്രീ മോഡലിൽ ഇന്ത്യ മുഴുവൻ ഓരോ യൂണിറ്റുകൾ ആരംഭിക്കണം എന്നാണ് മനസ്സിലെ വലിയ ആഗ്രഹം. ഇതിന് ഒത്തിരി ചലഞ്ചസ് ഉണ്ട്. ഫണ്ട് ആവശ്യമാണ്, പ്രവർത്തകരാവശ്യമാണ്, സമർപ്പണമുള്ള പ്രവർത്തകരാവശ്യമാണ്. പക്ഷെ അത് നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാളിതുവരെ എന്തൊക്കെ ആഗ്രഹിച്ചോ അതെല്ലാം കർത്താവ് നടപ്പിലാക്കി തന്നു. ഒരു സൈഡിൽ വേദനയും കഷ്ടവും ദുഃഖവും വേദനയും പ്രയാസവും ഒക്കെ ഉണ്ടെങ്കിലും കർത്താവ് എല്ലാം കാര്യങ്ങൾ ഇങ്ങനെ നടപ്പിലാക്കിക്കൊണ്ട് തരിക. അപ്പോൾ ഇതും അതുപോലെ നടക്കുമെന്നാണ്. ഇപ്പോൾ മുംബൈയിൽ ഞങ്ങൾ നെരൂളിനടുത്ത് ഒരു ക്യാൻഡിൽ നിർമ്മാണശാല ആരംഭിച്ചു, മെഴുകുതിരി നിർമ്മാണം. അത് വളരെ അനുഗ്രഹമായിട്ട് വന്നു. പല സഹോദരിമാർക്കും അതുകൊണ്ടൊരു അത് ബെനിഫിറ്റാകും. കോവിഡ് സമയത്ത് മരിച്ച പല പാസ്റ്റേഴ്സിൻ്റെ വിഡോസിന് ഞങ്ങളെല്ലാ മാസവും 3 വർഷം 105 വിഡോസിന് കോവിഡ് വന്ന് മരിച്ച പാസ്റ്റേഴ്സിൻ്റെ ഭാര്യമാർക്ക് ഞങ്ങൾ 3000 റുപ്പീസ് വെച്ച് അവരുടെ അക്കൗണ്ടിൽ എത്തിക്കുമായിരുന്നു, സഭാ സംഘടന വ്യത്യാസമില്ലാതെ. പക്ഷെ ഇപ്പം ഞങ്ങൾക്കത് പറ്റുന്നില്ല, ഫണ്ട് കണ്ടെത്താൻ പറ്റുന്നില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ അറിവ് ശരിയെങ്കിൽ ഒരു 20+, 25, 30 പേർക്ക് എത്തിക്കാൻ പറ്റുന്നുള്ളൂ. സഹായിക്കുന്നുണ്ട്, പക്ഷെ അത്രേ പറ്റുന്നുള്ളൂ. പക്ഷെ കൂടെ ഒത്തിരി ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്, തുടർമാനമായിട്ട് സഹായം. പക്ഷെ 105 എന്നുള്ളത് ഇത്രയും താഴേക്ക് പോയി. ഇപ്പം 25, 30 അങ്ങനെ കഷ്ടിച്ച് 30 കണ്ടേ ഉള്ളൂ. അപ്പം ഇങ്ങനെ നമ്മൾ പല കർമ്മ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ജീവിതത്തിൽ ഒറ്റ ആഗ്രഹമുള്ളൂ പാസ്റ്റർ, ഇപ്പം കരയുന്നവരുടെ കരച്ചിലൊപ്പണം, വിശക്കുന്നവർക്ക് വിശപ്പ് മാറ്റണം, അവരെ യേശു കർത്താവിനെ പരിചയപ്പെടുത്തണം. ഈ ഭൂമിയിലായിരിക്കുമ്പോഴും നിത്യജീവനിലും അവർ യേശുവിനോടൊപ്പം ആയിരിക്കണം, അവരനുഗ്രഹിക്കപ്പെടണം. ഈ ഒരു ആഗ്രഹത്തിൽ ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഞാൻ അവസാനമായി ചോദിക്കുന്ന ചോദ്യം, ഏകദേശം പാസ്റ്റർ ബൈബിൾ സ്കൂൾ പഠനവും കൂടെ ചേർത്ത് ഒന്നിച്ച് പറഞ്ഞാൽ 40 വർഷം
മുമ്പ് ആരംഭിച്ച 38 വർഷത്തിന് മുമ്പ് ആരംഭിച്ച മേൽപ്പാടം എന്ന് പറഞ്ഞ അപ്പുറക്കുട്ടനാട്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ വെള്ളക്കുഴി ആരംഭിച്ച ഒരു പ്രേക്ഷിത ദൗത്യം ഈ ഉത്തരേന്ത്യൻ ഗുജറാത്ത് പോലുള്ള ഈ സംസ്ഥാനത്ത് വന്ന് വളരെ ശക്തമായി കഠിനാധ്വാനവും സമർപ്പണവും അപ്പോൾ തന്നെ വളരെ വിശ്വസ്തതയായി കുടുംബമായി നിങ്ങൾ പ്രവർത്തിച്ചു. ഞങ്ങളുടെ എക്കാലവും ഈ ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് പ്രാർത്ഥന കൊണ്ടും കണ്ണുനീര് കൊണ്ടും തൻ്റെ സ്വഭാവ വൈശിഷ്ട്യം കൊണ്ടും ജാനറ്റ് ആൻറ്റിയെ ഒരു വാക്കിൽ ഓർക്കുവാൻ ഈ സമയം ഉപയോഗിക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തിൽ വിസ്മരിക്കാൻ കഴിയാത്ത ഒരു നാമധേയമാണ് ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന കർത്താവിൻ ദാസി ജാനറ്റ് സജി മാത്യു. ആ പ്രിയ ദൈവദാസി വളരെ ശക്തമായി തൻ്റെ പ്രേക്ഷിത ദൗത്യം പൂർത്തീകരിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഇപ്പോൾ നിത്യവിശ്രമത്തിലാണ്. ദേവദാസൻ കുടുംബാംഗങ്ങളുമായി പ്രത്യേകിച്ച് ജസൻ കുടുംബം, പ്രിയ മോളും കുടുംബവും മറ്റൊരു സ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്നു. എനിക്കറിയാം ഒത്തിരി ചലഞ്ചസും വെല്ലുവിളികളും, അപ്പോൾ തന്നെ ആരോഗ്യം. എന്നാൽ പോലും ദീർഘദൂരങ്ങൾ യാത്ര ചെയ്ത് ഞാൻ ചിന്തിക്കുന്ന കഴിഞ്ഞ ആഴ്ച മണിപ്പൂരിലായിരുന്നു. ഇനി വീണ്ടും യാത്രയ്ക്ക് പോകാൻ പോയാണ്. ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു നമ്മുടെ സപ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ ലീഡർഷിപ്പിൽ മറ്റ് ഫണ്ടിങ് ഏജൻസി ഞാൻ തുറന്നു ചോദിക്കുകയാണ്. ഈ കാര്യങ്ങൾ മാസത്തോറും ഈ കാര്യങ്ങളെല്ലാം നന്നായി നിർവഹിക്കാനുള്ള, എക്സിക്യൂട്ട് ചെയ്യാനുള്ള അഡ്മിനിസ്ട്രേഷൻ ആണുണ്ടെന്നറിയാം. ഇപ്പോൾ ഒത്തിരിയും ചലഞ്ചസ് കൂടിയാണ് ഇന്ത്യൻ മിഷൻ കടന്നു പോകുന്നത്, ഞാനത് മനസ്സിലാക്കുന്നു. പക്ഷേ എന്നാൽ പോലും ഞാൻ കഴിഞ്ഞ വർഷം ഡോൾവൻ കൺവെൻഷൻ വന്നപ്പോൾ ഇത്രയധികം ജനക്കൂട്ടത്തെ ഇപ്പോൾ ഇന്ത്യയിൽ കാണുമെന്ന് പറഞ്ഞാൽ അതുപോലെ വലിയ ഒരു ജനസമൂഹമാണ് ഡോൾവനിൽ എത്തിച്ചേരുന്നത്. കർത്താവദാസൻ സൂററ്റിൽ നടന്ന മിഷണറി കോൺഫറൻസിൽ കഴിഞ്ഞ 2 വർഷം ഞാൻ പങ്കെടുക്കുന്നു. 800-ലധികം ശുശ്രൂഷകൻ മാത്രം ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു. ഇപ്രകാരം ഈ മിഷണറി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താണ് ഇനി നമ്മുടെ ഒരു ഭാവി പദ്ധതികളിലേക്ക് നമ്മളെല്ലാം ഒരു ആത്മീയ ഉണർവിന് വേണ്ടി ഇന്ത്യയിൽ പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ മിഷൻ മുന്നേറ്റത്തിന് വേണ്ടി നാം ആഗ്രഹിക്കുന്നു. പൈനിയർ മിഷൻ മൂവ്മെൻറ്റുകൾ ഇന്ത്യയിലെ ഗ്രാമങ്ങൾ കുറഞ്ഞ് പട്ടണങ്ങൾ ശക്തിപ്പെടുന്നു. അർബൻ സിവിലൈസേഷൻ ഉണ്ടാകുന്നു. മൈഗ്രൻ്റ് മിഷനെ, അർബൻ മിഷനെ, അപ്പോൾ തന്നെ ഈ ഹെൽത്ത് കെയർ, ചാരിറ്റി മിഷനെല്ലാം പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന മറ്റ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, നമുക്ക് ഈ മസീഹ് മണ്ഡലി അസോസിയേഷന് ഭാവി പദ്ധതികൾ എങ്ങനെയാണ് ദേവദാസൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് എന്തെങ്കിലും കാര്യങ്ങൾ വിശദമാക്കാൻ പറ്റുമോ? ഞാൻ പ്രോസിക്യൂഷനും അല്ലെങ്കിൽ തന്നെ ഈ മൈനോറിറ്റിക്കെതിരെയുള്ള മറ്റ് വിഷയങ്ങളുമെല്ലാം ചോദിച്ചത് നമുക്കെങ്ങനെ ചർച്ചിൻ്റെ ഈ പ്രവർത്തനങ്ങൾ ഇനിയും ഇന്ത്യയിൽ ഒരു വിശാലമാക്കുവാനും ഒരു ആത്മീയ ഉണർവ് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സഹകരിക്കുന്ന ദൈവമക്കളുള്ളപ്പോൾ മസീഹ് മണ്ഡലിയുടെ പ്രവർത്തനങ്ങളെ നമുക്കെല്ലാവരും കൂടെ ഒന്ന് മനസ്സിലാക്കുവാൻ അങ്ങയുടെ ചില വാക്കുകൾ ഉപകരിക്കും. ഫസ്റ്റേ, എൻ്റെ പണ്ട് മുതലുള്ള എൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകത, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കുട്ടിക്കാലം മുതൽ ദുഃഖിക്കുന്നവൻ്റെ കൂടെ നിൽക്കുന്നവനെ ഞാൻ, മുറിവേറ്റവൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കൊച്ചു പ്രായത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, സുഖിക്കുന്നവരോട് നിൽക്കാൻ ഒത്തിരി പേരുണ്ട്, പക്ഷെ മുറിവേറ്റവരുടെ കൂടെ, മുറിവേറ്റ് കിടന്ന് പിടയുന്നവരുടെ കൂടെ ആരുമില്ല. അപ്പം അവരുടെ കൂടെ നിൽക്കണം. അപ്പം മറ്റുള്ളവർക്ക് ചെയ്യാൻ പേടിയുള്ള, താല്പര്യമില്ലാത്തത് എനിക്ക് ചെയ്യണം. അപ്പോൾ അതാണ് ഒരു കാരണം ഈ എല്ലായിടത്തും ഓടിയെത്താൻ പറ്റുന്നതിൻ്റെ കാരണം. ഇപ്പം ഇന്ത്യയിൽ വളരെ കൃത്യമായി ക്രമീകൃതമായ നിലയിൽ പെർസിക്യൂഷനിൽ കൂടെ പോകുന്നവരെ സഹായിക്കുന്ന പല ഏജൻസികളുണ്ട്. ഞാൻ അതുപോലൊരു ഏജൻസി അല്ല. പക്ഷെ ഒരാൾ പീഡിപ്പിക്കപ്പെട്ട ഞാൻ അവിടെ എത്തും. അത് സഭയോ മതമോ പോലും വിഷയമല്ല. ഒരു കാതലിക്സിലൊരു അച്ഛനോ സിസ്റ്ററോ ഉണ്ടായപ്പോൾ ഞാൻ അവിടെ എത്തിയിരിക്കും. അപ്പം അത് എൻ്റെ ഒരു സമർപ്പണത്തിൻ്റെയും എൻ്റെ ഒരു കോളിൻ്റെയും ഭാഗമാണ്. അപ്പോൾ നാളെ അത് ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം. ഈ അടുത്ത 2030 വളരെ കൃത്യമായ ചില പദ്ധതികൾ വിശ്വാസത്തോടുകൂടെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അടുത്ത 5 ഇയർ ഈ പാസ്റ്റ് മുമ്പ് പറഞ്ഞല്ലോ ഫണ്ട് ജനറേറ്റ് ചെയ്യാൻ ഇപ്പോഴും ഞാൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. പിന്നെ കുഞ്ഞുങ്ങളിങ്ങനെ തയ്യാറായി വരുന്നു. ബാക്കി അഡ്മിനിസ്ട്രേഷൻ, ഫീൽഡ് നോക്കുക, മിഷണറിമാരെ അയക്കുക, ട്രെയിനിങ്, ഇതിനൊക്കെ നമ്മുടെ ആത്മീക മക്കൾ, കർത്താവ് തന്ന മക്കൾ 100 കണക്കിനുണ്ട്. അപ്പോൾ പണം കണ്ടെത്താൻ ഞാൻ അവരെ പരിശീലിപ്പിക്കുക. അപ്പോൾ അടുത്ത 5 വർഷം കൊണ്ട് അവരും അതിന് പ്രാപ്തരാകും.
കാരണം അവരെ നോർത്ത് ഇന്ത്യക്കാരാണല്ലോ, പാസ്റ്റർക്ക് അറിയാമല്ലോ, നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട വളരെ പിന്നോക്ക മേഖലകളിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ ഒത്തിരി പരിമിതികളുണ്ട്. മലയാളികളായ നമുക്കുള്ളതുപോലെ അല്ലല്ലോ അവർ. പക്ഷേ മാറ്റങ്ങൾ ഒത്തിരിയുണ്ട്. മറ്റു പല പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തതകൾ നമ്മുടെ ഈ പ്രവർത്തനത്തിലുണ്ട്. കാരണം നമ്മുടെ ഏത് പ്രോഗ്രാം വെച്ചാലും നല്ലൊരു ഭാഗം പൈസ അവരാണ് കൊണ്ടുവരുന്നത്. ഇപ്പോഴും ഒരു വിദേശ ഫണ്ടിങ് ഏജൻസിയുടെ സഹായങ്ങൾ കാര്യമായിട്ട് നമുക്കില്ല. നമ്മൾ നാളിതുവരെയും ഈ പ്രവർത്തനം കയറി വന്നത് മലയാളികളായ ദൈവമക്കളുടെ ചെറുതും വലുതുമായ സാമ്പത്തിക സഹായങ്ങളാണ്. അപ്പോൾ ഒത്തിരി പേര് ഞങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, സ്വന്തം അപ്പനെയും അമ്മയും പോലെ എന്നെ സ്നേഹിക്കുന്ന, സ്വന്തം സഹോദരങ്ങളെ പോലെ എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി മലയാളികളായ വിശ്വാസ സമൂഹം, പാസ്റ്റേഴ്സ് നമുക്കുണ്ട്. വളരെ സന്തോഷം. പ്രിയ കർത്താവദാസനുമായി വളരെ അടിയന്തര പ്രധാനമുള്ള ചില വിഷയങ്ങൾ നമുക്ക് ഇന്ത്യൻ മിഷൻസിനെ കുറിച്ച്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഈ പ്രേക്ഷിത ഭൂമികയിൽ സഭയും അപ്പോൾ തന്നെ ഈ ദൗത്യ പ്രസ്ഥാനങ്ങളും 75 വർഷം പിന്നിടുന്ന ഒരു കാലയളവിലേക്ക് 2025 നാം എത്തുകയാണ്. ഞാനിങ്ങനെ ഇവിടെ അത് അവസാനിപ്പിക്കുമ്പോൾ ഈ വിലപ്പെട്ട സമയം വളരെ ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പ്രത്യേകിച്ച് ഈ വളരുന്ന പ്രസ്ഥാനങ്ങളുടെ പിന്നിലുള്ള അവരുടെ പ്രവർത്തന പുരോഗതി എന്താണെന്ന് കൂടുതൽ നിങ്ങളെപ്പോലുള്ള ദൈവദാസന്മാരിൽ നിന്ന് നേരിട്ട് കേൾക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേറ്റീവ് ലീഡർഷിപ്പ് ഈ പ്രസ്ഥാനത്തിന് ഉണ്ട്. അവരാണ് ഈ പ്രവർത്തനങ്ങൾ ഇത്രയും വിശാലമാക്കുവാൻ ദൈവം അവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ മിഷൻ സഹകാരികളോടും പ്രാർത്ഥന സഹകാരികളോടും ഞങ്ങളെ വിവിധ തലങ്ങളിൽ സ്നേഹിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയമുള്ളവരോടും ഞാൻ പറയട്ടെ, ഈ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം, കൂടെ നിൽക്കണം, സഹകരിക്കണം. നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ഇപ്പോൾ ഇന്ത്യയിലെ ഈ മിഷൻസിൽ നമുക്കറിയാം, കഴിഞ്ഞ 50ഓളം വർഷങ്ങൾ ഇവിടെ നിന്ന് പ്രവർത്തിച്ച മിഷണറി ലീഡേഴ്സ് ഇപ്പോൾ ഇന്ന് ഇന്ത്യയിലില്ല. പാസ്റ്റർ പി എസ് സാമുവേൽ നിത്യത്തിൽ വിശ്രമിക്കുന്നു. ഡോക്ടർ തോമസ് മാത്യു നിത്യത്തിൽ വിശ്രമിക്കുന്നു. പാസ്റ്റർ ക്യാപ്റ്റൻ സാമുവേൽ, കെ ടി തോമസ്, ഇപ്രകാരം ആദ്യമായിട്ടുള്ള അനവധി നിരവധി കുര്യൻ തോമസ്, കുര്യൻ തോമസ്, ഈ ദൈവഭക്തന്മാരെല്ലാം, ഡോക്ടർ കെ പി അഗോനാൻ ചില ആഴ്ചകൾക്ക് മുമ്പ് ദൈവത്തിൽ ചേർക്കപ്പെട്ടു. അങ്ങനെ ഇന്ത്യയുടെ മിഷൻസിലെ വളരെ ശക്തിയേറിയ തലങ്ങളിൽ പ്രവർത്തിച്ച മിഷണറി പ്രവർത്തകർ അവർ ഓട്ടം തികച്ച് അവർ ദൈവത്തിലേക്ക് ചേർക്കപ്പെട്ടു. എല്ലാവരുടെ പേരുകൾ പറയാൻ കഴിയത്തില്ല. കാശ്മീർ ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് പി എം തോമസ്, അപ്രകാരമുള്ള ദൈവദാസന്മാർ പോൾ പിള്ള, എ എം തോമസ്, ഞങ്ങളെല്ലാവരെയും ഓർക്കുകയും അവരുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുമ്പോൾ, എന്നാൽ ഇന്ന് ഇന്ത്യയിലാകമാനം ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ദൈവവൃത്തന്മാരെ എല്ലാവരെയും നാം ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥന ചെയ്യുമ്പോൾ നിശ്ചയമായും തുടർന്നും കർത്താവദാസൻ പറഞ്ഞതിന് തൊട്ട് അടുത്ത 5 വർഷം വളരെ നിർണായകമാണ്. ഫിനിഷിംഗ് ദ ടാസ്ക് എന്നുള്ള ഒരു വലിയ പ്രോഗ്രാമിലാണ് നാം എല്ലാവരും ആയിരിക്കുന്നത്. ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തന പദ്ധതികളിൽ വലിയൊരു കാര്യമാണ് അർബൻ ഇവാഞ്ചലിസം. അവിടെ മെഗാ ചർച്ചുകൾ എന്ന് പറഞ്ഞാൽ വളരുന്ന സഭകൾ, ലീഡിങ് ചർച്ച് ഗ്രോത്തിൽ വിശ്വസിക്കുന്നു. അപ്പോൾ തന്നെ പൈനർ മിഷൻ മൂവ്മെൻറ്റുകൾ, ഈ മൈഗ്രൻ്റ് മിഷൻസ്, ക്രോസ് കൾച്ചറൽ, അപ്പോൾ തന്നെ വില്ലേജ് മിനിസ്ട്രി, ഇതെല്ലാം കൂടെ ചേർത്തുള്ള ശുശ്രൂഷകൾ ശക്തിപ്പെടുവാൻ പ്രവർത്തനങ്ങൾ പദ്ധതിയിട്ടിരിക്കുന്നു. ട്രെയിനിങ് തന്നെ 2 തലത്തിലാണ്. ഒന്ന് ലീഡർഷിപ്പ് ട്രെയിനിങ് ഉണ്ട്, അപ്പോൾ തന്നെ ഇതിൻ്റെ ഗ്രാസ് റൂട്ടിൽ മറ്റ് പരിശീലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒത്തിരി പരിശീലന പദ്ധതികൾ, പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് നിശ്ചയമായി പ്രവർത്തനങ്ങൾ ഓർത്ത് ഒരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഇന്ത്യയിൽ ഉടനീളം ചെയ്യുന്ന ഈ ശുശ്രൂഷകളെയും മിഷൻസ്, ചർച്ച് പ്ലാന്റിങ്, ചർച്ച് ഗ്രോത്ത് മൂവ്മെൻറ്റുകൾ, റിവൈവൽ മൂവ്മെൻറ്റുകൾ, പ്രെയർ മൂവ്മെൻറ്റുകൾ, വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തന പദ്ധതികളിൽ അങ്ങനെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുവാൻ നൂറുകണക്കിന് ആയിരക്കണക്കിന് സന്നദ്ധരായ ശക്തന്മാരായ ലീഡേഴ്സിനെ എഴുന്നേൽപ്പിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിലെ മിഷൻസ് ശക്തിപ്പെടുവാനും വ്യാപിക്കുവാനും അത് വലിയ ആത്മീയ ഉണർവിന് കാരണമായി തീരുവാനും അങ്ങയുടെ വരവിന് മുമ്പ് ഈ രാജ്യത്തിൽ വലിയ അസാധാരണമായ ദൈവപ്രവർത്തനം വെളിപ്പെടുവാൻ കർത്താവ് സഹായിക്കും. ഞങ്ങളുടെ ശുശ്രൂഷയിൽ പ്രാർത്ഥന കൊണ്ടും കണ്ണുനീര് കൊണ്ടും സഹായം കൊണ്ടും സേവനം കൊണ്ടും അധ്വാനം കൊണ്ടും കൂട്ടായ്മ കൊണ്ടും വിവിധ തലങ്ങളിൽ ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ ദൈവവൃത്തന്മാർ, കർത്താവിൻ്റെ ദാസന്മാർ, സഹോദരിമാർ, വെൽവിഷേഴ്സ് എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കും. ഈ
ദൂതുകൾ കേട്ട, ഈ സന്ദേശം കേട്ട എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണമേ. എൻ്റെ മനസ്സുകളെ ഉണർത്തണമേ. ഒന്നിച്ച് തലമുറയിൽ പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ദൈവം കൃപ നൽകണമേ. സജ്ജ പാസ്റ്റർ കുടുംബത്തെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടിയിരിക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ആമേൻ.